നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്ന് ഇത്ര ദിവസം കഴിഞ്ഞു, ഇനിയാണോ കുട്ടികൾക്കുള്ള സമ്മാനം എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതിന് കാരണം ഇതാണ്. സമ്മാനം കൊടുക്കുമ്പോൾ നല്ലത് തന്നെ കൊടുക്കണമെന്ന് കാത്തോട്ടിക്കൊരു ആഗ്രഹം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങാത്ത കടകളില്ല. ചില കടകളിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കി വെക്കും. എന്നാൽ ചിലപ്പോൾ വേറെ കടയിൽ കുറച്ചും കൂടെ നല്ലത് കിട്ടിയാലോ എന്ന് വിചാരിച്ച് അവിടെ പോകും. പിന്നെ തിരിച്ച് ആദ്യത്തെ സ്ഥലത്ത് വരുമ്പോഴോ അത് ആരോ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഓൺലൈൻ നോക്കി, പക്ഷേ വന്നതൊക്കെ ക്വാളിറ്റി തീരെ ഇല്ലാത്ത ഡാമേജ് ആയ ബാഗുകൾ. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് കേട്ടോ. അതൊക്കെ റിട്ടേൺ ചെയ്തു. അങ്ങനെ എന്ത് പറയാനാ, എല്ലാം നീണ്ടുപോയി. അവസാനം ഞങ്ങൾ ഹൈലൈറ്റ് മോളിലെ സ്കൂൾ മാർട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗും പൗച്ചും നല്ല ഏസ്തറ്റിക് പെൻ സ്റ്റാൻഡും ഒക്കെ. കുട്ടികൾക്കുള്ള സമ്മാനം കുട്ടികൾ തന്നെ സെലക്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഞങ്ങളുടെ മക്കളും കൂടിയാണ് കേട്ടോ പോയത്. എന്തായാലും ഞങ്ങൾ നല്ല ഹാപ്പിയായി. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഒരു കാര്യം, ഇപ്പം നല്ല മഴയല്ലേ, ഇപ്പം ഈ പുതിയതൊക്കെ കൊണ്ടുപോയാൽ മഴയത്ത് നനഞ്ഞു പോവില്ലേ? അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ബാഗും ബുക്കും പൗച്ചും ഒക്കെ കൊണ്ടുപോകാമല്ലോ. 1K ഗിവ് അവേ ഞാൻ ആദ്യം വേറെ സമ്മാനങ്ങളാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിൽ രാജി എന്ന കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിലെനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് ഞാനിട്ട വീഡിയോ കണ്ടിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കുട്ടികളിൽ ഒരാൾക്കുള്ള സ്കൂൾ സാധനങ്ങൾ എനിക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞു. +1ലേക്ക് കയറുന്ന ഒരു മോളാണ് കേട്ടോ. ഇനി 2 പേർക്ക് കൂടിയുള്ള സമ്മാനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ആരായിരിക്കും അവർ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമൊന്നും വേണ്ട. ഇനി കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൽ ചെയ്താലും മതി. എന്തായാലും പെട്ടെന്ന് തന്നെ വേണം, കാരണം 2 ആഴ്ച കഴിയുമ്പോൾ ഞാനൊരു സർജറിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് കൃത്യമായിട്ടുള്ള അഡ്രസ്സിൽ ഇതൊക്കെ കൊറിയർ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. എന്തായാലും ഈ സമ്മാനങ്ങൾ ആ 2 കുഞ്ഞുങ്ങളിലേക്ക് എത്താനായിട്ട് എല്ലാവരും പെട്ടെന്നൊന്ന് ഹെൽപ്പ് ചെയ്യട്ടോ.